അങ്ങേ ആരാധിക്കും. എൻ പിതാവേ, എൻ യേശുവേ, എൻ നാഥനേ, അങ്ങേ ആരാധിക്കും. ദൈവനാമത്തിന് മഹത്വം. മനുഷ്യർക്കുള്ള ഒരു പ്രത്യേകതയാണ് ജീവികളോടുള്ള സ്നേഹം. അത് ജാതി മത ഭേദമന്യേ നാം ഒരാൾക്ക് ഒരു സഹായം ചെയ്യുന്നത് എപ്പോഴും ഒരു പുണ്യമായി നാം ഓരോരുത്തരും കരുതുന്നു. അത് തികച്ചും നല്ലതാണ്. അത് ദൈവം തീർച്ചയായിട്ടും അംഗീകരിക്കുന്ന കാര്യമാണ്. സഹജീവികളോട് നാം പുലർത്തുന്ന സ്നേഹം, ആവശ്യക്കാരനെ ആപത്തിൽ സഹായിക്കുക, ഒരു കൈത്താങ്ങൽ കൊടുക്കുക, അല്ലെങ്കിൽ അവൻ്റെ ഒരു പ്രത്യേകമായ ആപത്ഘട്ടത്തിൽ സഹായിക്കുക, അതൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. എന്നാൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ എത്തുവാനായിട്ട് കഴിയും എന്നുള്ള ചിന്ത തികച്ചും തെറ്റാണ്. കാരണം ദൈവവചനത്തിൽ ഒരു മനുഷ്യനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അദ്ദേഹം നാം ഈ പറഞ്ഞതുപോലെ വളരെ സഹജീവികളോടൊക്കെ സ്നേഹം പുലർത്തി നല്ലവനായ ഒരു വ്യക്തിയാണ്. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ബൈബിളിൽ പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അവൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം, സ്വർഗാരോഹണത്തിന് ശേഷം അവരെ അയക്കപ്പെട്ടവർ അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ കർത്താവിൻ്റെ ശിഷ്യന്മാർ തന്നെയാണ്. ആ ശിഷ്യന്മാർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെക്കുറിച്ച് ലൂക്കോസ് എന്ന് പറഞ്ഞ വൈദ്യൻ, അദ്ദേഹം ഒരു ചരിത്രകാരൻ കൂടിയാണ്, അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ നിന്നും ഒരു വേദഭാഗമാണ് ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നത്. ഇത് ബൈബിൾ മാറ്റിവെച്ചാലും ചരിത്രത്തിൽ ഈ കാര്യങ്ങളൊക്കെ റോമൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. കൈസരിയയിൽ ഇത്താലിക എന്ന സൈന്യ വിഭാഗത്തിൽ കൊർനെല്യോസ് എന്നു പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. ഇത്താലിക എന്ന് പറഞ്ഞാൽ ഇറ്റലി. നമുക്കറിയാം, ആ ചരിത്രത്തിൽ അന്നത്തെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ശതാധിപൻ എന്ന് പറയുന്നത് 100 പേർക്ക് അധിപൻ ആയിരിക്കുന്ന ഒരു ക്യാപ്റ്റനാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ദൈവവചനം പരാമർശിക്കുന്നത് ഇങ്ങനെയാണ്. 2-ാമത്തെ വാക്യം: അവൻ ഭക്തനും തൻ്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്ത് എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. ഞാൻ ഇത് വായിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഇത്താലിക അല്ലെങ്കിൽ ഇറ്റലിയിലുള്ള ഒരു ആ സൈന്യത്തിൻ്റെ ഒരു ക്യാപ്റ്റൻ ഇത്രയും മനോഹരമായി, അത് മാത്രമല്ല ദൈവം തന്നെ അവനെക്കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ എടുത്തു കാണിക്കുവാനായിട്ടുള്ളത്. അവൻ എങ്ങനെയുള്ള വ്യക്തിയാണ്? അവൻ ഭക്തനാണ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു മനുഷ്യൻ എഴുതുന്ന കാര്യമാണ്. ലൂക്കോസാണ് എഴുതിയതെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് അവനെക്കൊണ്ട് എഴുതിപ്പിച്ചപ്പോൾ ദൈവം തന്നെ സാക്ഷ്യം പറയുന്നൊരു കാര്യമാണ്. അവനൊരു ഭക്തനാണ്. എന്താ പറയുക, ഇന്ന് അനേക ഭക്തിയുള്ള ആളുകളുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് ആത്മാർത്ഥതയോടെ തങ്ങളുടെ ശരീരങ്ങളെ പീഡിപ്പിച്ച്, അങ്ങനെയെങ്കിലും ദൈവം പ്രസാദിക്കുന്നുവെങ്കിൽ പ്രസാദിക്കട്ടെ, തങ്ങളുടെ സ്വത്തുക്കൾ നൽകി, തങ്ങളുടെ കഴിവുകൾ നൽകി, തങ്ങളുടെ പ്രയത്നങ്ങൾ നൽകി അനേകർ ദൈവത്തെ തങ്ങളുടെ ഭക്തിയിലൂടെ പ്രസാദിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് ഇത്. അവനൊരു ഭക്തനായ മനുഷ്യനാണ്. 2-ാമത് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തൻ്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നു. അപ്പോൾ താൻ മാത്രമല്ല, പിന്നെയോ തൻ്റെ ഭാര്യയും മക്കളും മറ്റു ബന്ധുമിത്രാദികളും താൻ ഉൾപ്പെട്ട് നിൽക്കുന്ന കുടുംബമാണെങ്കിൽ തന്നെയും സകല ഗൃഹത്തോടെന്നല്ല സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവൻ. ഇന്ന് ലോകത്തിലേക്കൊന്ന് നോക്കിക്കേ, ദൈവഭയമില്ലാത്ത എത്രയോ മനുഷ്യരാണ് ഉള്ളത്. ഇന്ന് ഏത് ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും കൊല്ലും, കൊലയും, മോഷണവും, പിടിച്ചുപറിയും, അങ്ങനെ എത്രയോ ഭീകരമായ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഈ ലോകത്തിൽ ദൈവത്തെ ഭയപ്പെടുന്ന അനേകരുണ്ട്. ഏത് മതത്തിലുമുണ്ട്, പല മതത്തിലുമുണ്ട്. ദൈവം എന്നൊരു വ്യക്തി ഉണ്ടെന്നും അവനെ ഭയപ്പെടുന്ന അനേകരുണ്ട്. അപ്പോൾ അങ്ങനെ സാൻമാർഗികമായ ജീവിത രീതി മുമ്പോട്ട് കൊണ്ടുപോകുന്ന അനേക നല്ല വ്യക്തികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഇദ്ദേഹം, ഈ കൊർനെല്യോസ് എന്ന വ്യക്തി. ഈ വ്യക്തിയെക്കുറിച്ചുള്ള 2 കാര്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടത്. അദ്ദേഹം ഭക്തനായിരുന്നു, ദൈവത്തെ താനും തൻ്റെ കുടുംബവും ഭയപ്പെട്ടു.
അത് ദൈവം തന്നെ തൻ്റെ അപ്പോസ്തലനായ ലൂക്കോസിനെ കൊണ്ട് എഴുതിപ്പിച്ച കാര്യമാണ്. അപ്പോൾ മാനുഷികമായിട്ട് നമ്മൾ പറയുമ്പോൾ ഇദ്ദേഹത്തിന് എല്ലാ രീതിയിലും ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുവാൻ ദൈവവുമായിട്ട് ഏറ്റവും അടുപ്പമുള്ളൊരു വ്യക്തിയാണ് എന്ന് അനുമാനിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം എന്താ പറയുന്നത്? ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എന്ന് പറഞ്ഞാൽ ആംസ് ഗിവിങ്. അത് സാമ്പത്തികമായിട്ട് താൻ അനേകർക്ക് നല്ല കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു വിഹിതം പാവപ്പെട്ടവന് കൊടുക്കുന്ന പുണ്യം നമുക്കറിയാം. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നാം കാണുന്നതാണ്. സ്വന്തം മകളുടെ കല്യാണത്തിൻ്റെ അതേ ദിവസം അല്ലെങ്കിൽ സ്വന്തം മകൻ്റെ കല്യാണത്തിന് വേണ്ടിയുള്ള പണം അല്ലെങ്കിൽ അതേ ദിവസം തന്നെ പാവപ്പെട്ട അനേക വ്യക്തികളുടെ കല്യാണങ്ങൾ നടത്തി കൊടുക്കുന്ന പ്രിയപ്പെട്ടവർ, അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന എത്രയോ പേർ, തങ്ങൾ ആരാധിക്കുന്ന ആരാധനാലയങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നവർ, അങ്ങനെ മറ്റ് ഡൊണേഷൻസ് നൽകുന്നവർ, തിരിച്ച് പ്രതിഫലേച്ഛ കൂടാതെ അങ്ങനെ അനേകം ധനം കൊടുക്കുന്ന നല്ല വ്യക്തികളുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു കൊർന്നല്യോസ്. അദ്ദേഹം വളരെ ധർമ്മം കൊടുത്തു എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. വളരെ ധർമ്മം കൊടുത്തു. അപ്പോൾ ന്യായമായിട്ട് ചിന്തിച്ചാൽ ദൈവം ഏറ്റവും പ്രസാദിക്കേണ്ടുന്ന ഒരു മനുഷ്യൻ. 3 കാര്യങ്ങൾ നാം കണ്ടു. അവൻ ഭക്തനായിരുന്നു, ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു, ധർമ്മം കൊടുക്കുന്നവനായിരുന്നു. 4ാമത്തെ കാര്യം, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ജീവിതത്തിലെ ജോലിയുടെ 8 മണിക്കൂർ അല്ലെങ്കിൽ 9 മണിക്കൂർ സമയത്ത് ജോലി തിരക്കിലുള്ള നാം പ്രാർത്ഥിക്കാറുണ്ടോ? നാം നമ്മെ തന്നെ ഒന്ന് ചോദ്യം ചെയ്യാം. ഇനിയും എല്ലാ ദിവസവും നാം ആരാധനാലയങ്ങളിൽ പോകുന്നവരാണോ? അതും നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം. നാം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നാം ആരാധിക്കുന്ന ദൈവത്തെ നാം എത്ര നേരം പ്രാർത്ഥിക്കുന്നവരാണ്? എന്നാൽ ഈ വ്യക്തിയെക്കുറിച്ച് പറയുകയാണ് ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിച്ചവനാണ്. എപ്പോഴും എന്നുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ബേസിക് ക്വാളിഫിക്കേഷൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങളുണ്ട്. എന്താണ്? അവൻ ഭക്തനായിരുന്നു, അവൻ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു, ദാനധർമ്മങ്ങൾ നൽകുന്നവനായിരുന്നു, പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ഇനിയും ന്യായമായിട്ട് നാം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇദ്ദേഹം മരിച്ചാൽ ന്യായമായിട്ട് എവിടെ പോകണം? കാരണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദാനധർമ്മം കൊടുക്കുന്ന ഭക്തനായ ഒരു മനുഷ്യൻ, ദൈവത്തെ ഭയപ്പെടുന്നവൻ, നിശ്ചയമായിട്ടും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലണം. അതാണ് ഇതിന് ശരിവെക്കുന്നവരാണ് എല്ലാ മനുഷ്യരും, യാതൊരു സംശയവുമില്ല. കാരണം നാം ഇങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാൽ ഞാൻ പറയട്ടെ, അടുത്ത വാക്യം നാം വായിക്കുന്നത് ഒരു ദൈവദൂതൻ അവന് പ്രത്യക്ഷനായിട്ട് പറയുകയാണ്. അതിൻ്റെ 3ാമത്തെ വാക്യത്തിൽ, അവൻ പകൽ ഏകദേശം 9 മണി നേരത്തെ ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ അവൻ്റെ അടുത്ത് വന്നു സ്പഷ്ടമായി കണ്ട്, കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. അവനെ ഉറ്റുനോക്കി ഭയപരവശനായി, എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. എന്നിട്ട് ആ ദൂതൻ പറയുകയാണ്, ഇവിടെ കർത്താവേ എന്ന് ചോദിച്ചത് ദ ലോർഡ് എന്നുള്ള ആശയത്തിലാണ്. എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ ധർമ്മവും പ്രാർത്ഥനയും എത്തിയിട്ടുണ്ട്. പിന്നെന്താ കുഴപ്പം? താഴെ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച പത്രോസ് എന്ന് മറുപേരുള്ള ശിമോനെ വരുത്തുക. ഇതിനിവൻ ചെയ്യുന്നതൊക്കെ ദൈവത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ശിമോൻ, അദ്ദേഹത്തിന് മറ്റൊരു പേര് പത്രോസ്, അദ്ദേഹം ഒരു അപ്പോസ്തലനാണ്, അദ്ദേഹത്തെ വരുത്താൻ വേണ്ടിയാണ് ഈ ദൂതൻ വന്ന് പറഞ്ഞത്. വിവരിച്ച് പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ. ഈ ദൂതൻ വന്ന് പത്രോസിനെ ആളയച്ച് വിളിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് ഈ 10ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. മുമ്പോട്ട് നാം വായിക്കുമ്പോൾ പത്രോസിനെ ആളയച്ച് വിളിപ്പിച്ച് കൊർന്നല്യോസ് എന്താണ് ചെയ്തതെന്നറിയാമോ? പത്രോസിനെ ആളയച്ച് വിളിപ്പിച്ച് പത്രോസ് ഈ വ്യക്തിയുടെ വീട്ടിലേക്ക് വന്നു. അവൻ തൻ്റെ ബന്ധുമിത്രാദികളെ എല്ലാം വിളിച്ച് കൂട്ടി വരുത്തി. കാരണം ദൈവദൂതൻ സംസാരിച്ചതാ. എന്ത്? പത്രോസിനെ ആളയച്ച് വിളിപ്പിക്കുക, പത്രോസിന് എന്തോ വ്യക്തമായിട്ട് നിന്നോട് സംസാരിക്കാനുണ്ട്. പത്രോസ് വന്ന് സംസാരിച്ച കാര്യങ്ങൾ ഞാൻ 2 വാക്യങ്ങളൊന്ന് വായിക്കട്ടെ. അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏതു ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിന്നെയും ദൈവം കാണുന്നുണ്ട്. നീ നല്ല പ്രവൃത്തി ചെയ്യുന്നവനാണോ? ദൈവം കാണുന്നുണ്ട്. ഏക സത്യ ദൈവം നിന്നെ കാണുന്നുണ്ട്, നിന്നെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ
നീ ഒരിക്കലും അവൻ്റെ അടുത്ത് എത്തും എന്ന് ഒരു ഉറപ്പും ഇല്ല. കാരണം ഈ കൊർന്നല്യോസ് ഇത്ര നല്ലവനായ വ്യക്തിയായിരുന്നിട്ടും ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിച്ചത് എന്താണെന്നറിയാമോ? അവൻ പത്രോസിനെ ആളയച്ച് വിളിപ്പിച്ച് പത്രോസ് നൽകുന്ന ആ സന്ദേശം കേൾക്കണമെന്നുള്ളതാണ്. ആ സന്ദേശമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്, സുവിശേഷം. എന്താണ് ആ സുവിശേഷം? അതാണ് പത്രോസ് പറഞ്ഞത്. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മനുഷ്യരെ എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു. പാപികളായിട്ടുള്ള മനുഷ്യനെ, നല്ലവരായിട്ടുള്ള മനുഷ്യരെ എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു. എന്നാൽ ഒരു പ്രശ്നമുണ്ട് മനുഷ്യൻ. എന്താണ്? 42-ാമത്തെ വാക്യം, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഇതാണ് നിങ്ങളെ ഭരിക്കേണ്ടുന്ന ചിന്ത. എന്ത് നന്മപ്രവൃത്തിയും ചെയ്തു, എത്രമാത്രം ദൈവത്തെ ഭയപ്പെട്ടാലും, ദാനധർമ്മങ്ങൾ കൊടുത്താലും, ദിനംതോറും പ്രാർത്ഥിച്ചാലും, ഭക്തനായി ജീവിച്ചാലും നിന്റെ പാപത്തെ മോചിച്ച് കിട്ടുകയില്ല. കാരണം നാം ചെയ്യുന്ന നന്മ പ്രവൃത്തികളൊക്കെ ദൈവത്തിൻ്റെ മുമ്പാകെ കറ പുരണ്ട തുണി പോലെ എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പാപമോചനം ആദ്യം പ്രാപിക്കണം. അതിനുശേഷം നീ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും ദൈവം പ്രതിഫലം തരും. അല്ലാതെ നന്മ പ്രവൃത്തികൾ കൊണ്ട് നന്നായിട്ട് തെറ്റ് ചെയ്യാതെ ജീവിച്ചാലും ദൈവസന്നിധിയിൽ നീ ഒരു പാപിയാണ്. പാപമോചനം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. ഈ സന്ദേശമാണ് പത്രോസ് അന്ന് അവിടെ വന്ന് പറഞ്ഞത്. അങ്ങനെ ആ കൊർന്നല്യോസ് ഈ സന്ദേശം കേൾക്കുകയും തൻ്റെ ഭവനക്കാർ ഉൾപ്പെടെ എല്ലാവരും ഈ കർത്താവായ യേശുക്രിസ്തുവിൽ അംഗീകരിച്ച് തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവമക്കളാകുവാൻ കൊർന്നല്യോസിന് ഭാഗ്യം ലഭിച്ചു. ഞാനിങ്ങനെയാണ് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. അവൻ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ ചെല്ലും. കൊർന്നല്യോസ് ദൈവസന്നിധിയിൽ ചെല്ലും. അവൻ മരിച്ച് തീർച്ചയായിട്ടും അവൻ ദൈവസന്നിധിയിൽ ചെന്നു. എന്നാൽ അവൻ ആ ദൈവസന്നിധിയിൽ ചെന്നത് അവൻ്റെ പ്രാർത്ഥനയുടെയോ അവൻ ദാനധർമ്മം കൊടുത്തത് കൊണ്ടോ അവൻ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ഭക്തനായി ജീവിച്ചത് കൊണ്ടോ അല്ല. പിന്നെയോ അവൻ പാപമോചനം പ്രാപിച്ചത് കൊണ്ടാണ്. അതാണ് ദൈവം ഇന്ന് നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. ആ പാപമോചനം എങ്ങനെ നേടുവാൻ കഴിയും? അത് നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടും നേടുവാൻ കഴിയുകയില്ല. അതിന് ചെയ്യേണ്ടത് ഇത്രമാത്രം: കർത്താവായ യേശുക്രിസ്തു ദൈവമായിരുന്നവൻ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. എൻ്റെയും നിൻ്റെയും പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കാൽവരി ക്രൂശിൽ മരിച്ചു. ഇനിയും ആ സ്വർഗരാജ്യത്തിന് അവകാശിയാകുവാൻ, പാപമോചനം പ്രാപിക്കുവാൻ നീയോ ഞാനോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരു കാര്യം മാത്രം ചെയ്യുക. എന്താണ്? ആ കർത്താവായ യേശുക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത് എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ച്, കർത്താവേ എൻ്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് അപേക്ഷിച്ച് കർത്താവായ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വന്തം രക്ഷകനും കർത്താവും ഏകദൈവവുമായിട്ട് അംഗീകരിച്ച് അവനുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുന്നുവെങ്കിൽ നീയും അവൻ്റെ മകനായിട്ട് മകളായിട്ട് തീരും. ഇന്ന് മരിച്ചാൽ കർത്താവിനോട് കൂടെ പാപക്ഷമ പ്രാപിച്ച് ദൈവത്തോടു കൂടെ ആയിരിക്കാനായിട്ട് സഹായിക്കും. അതിനുവേണ്ടി നീ ഒരുക്കമാണ് എങ്കിൽ കർത്താവിനോട് ഈ ലഘു പ്രാർത്ഥന പ്രാർത്ഥിക്കാം. കർത്താവെ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ, എന്നെ ഒരു ദൈവ മകനാക്കി മകളാക്കി മാറ്റണമേ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഉടമ്പടിയെടുത്ത് ദൈവത്തിൻ്റെ മക്കളായി നിത്യജീവനെ പ്രാപിച്ച് പാപമോചനം പ്രാപിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കണേന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സർവകൃപാലുവായ ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. പിതാവേ